ഇടതൂർന്നു പെയ്യും തോറും അഴകോ ഇടനെഞ്ചിൽ ഈണം നീയും നീയറിയാൻ മാത്രം ഞാൻ പിറന്നു എന്നു തോന്നി ഇന്നേ നിമിഷം. Attention please. Train number 1461 Amritsar Express. Oh shit. 5 minutes. Excuse me sir. Please move ma'am. സഹോദരി വേഗം പോവും, അല്ലെങ്കിൽ അവിടേക്ക് മാറിക്ക്. എനിക്ക് ആ ട്രെയിനിലാണ് പോവേണ്ടത്. തിരക്കിനിടയിലൂടെ ആളുകളോട് മാറാൻ പറഞ്ഞു. അവർക്കിടയിലൂടെ നൂഴ്ന്നു കയറിയുമൊക്കെ മുന്നോട്ട് കുതിക്കുകയാണ് ഞാൻ. എങ്ങനെയെങ്കിലും ഈ ട്രെയിൻ പിടിച്ചേ പറ്റൂ. അടുത്തതിന് ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ ട്രെയിൻ നിൽക്കുന്നിടത്തേക്ക് എത്തിയപ്പോൾ കണ്ടത് നീങ്ങി തുടങ്ങുന്ന ട്രെയിനെയാണ്. ഒന്നുകൂടി കുതിച്ച് ഡോർ സൈഡിലുള്ള ഹാൻഡിൽ പിടിച്ച് ട്രെയിനിനുള്ളിലേക്ക് ചാടിക്കയറി. കിതപ്പടക്കാനാവാതെ ഞാൻ അവിടെ തന്നെ കുറച്ചു നേരം ഇരുന്നു. മുംബൈ സ്റ്റാമിൻ ട്രാഫിക്, ഇത് കാരണം ഇത്ര ലേറ്റ് ആയത്. കുറച്ച് കഷ്ടപ്പെടലെന്താ, ട്രെയിൻ കിട്ടിയല്ലോ. ഞാൻ എന്റെ സീറ്റിനടുത്തേക്ക് നടന്നു നോക്കുമ്പോഴതാ വേറെ ആരോ അവിടെ സ്ഥാനം പിടിച്ചിരിക്കുന്നു. ഇറ്റ്സ് എ മാൻ. ഒന്നുകൂടി ഞാനത് എന്റെ സീറ്റ് അല്ലെന്ന് ഉറപ്പുവരുത്തി. അതെ, എന്റെ തന്നെ. ദാറ്റ്സ് മൈ സീറ്റ്. പാർഡൺ, യു ആർ സിറ്റിംഗ് ഓൺ മൈ സീറ്റ്. ഓ സോറി, മൈ മിസ്റ്റേക്ക്. അയാൾ അതും പറഞ്ഞ് എന്റെ സീറ്റിന് ഓപ്പോസിറ്റുള്ള സീറ്റിലേക്ക് ഇരുന്നു. ഞാൻ എനിക്ക് കിട്ടിയ വിൻഡോ സൈഡ് സീറ്റിലേക്കും. ട്രെയിൻ മുമ്പോട്ട് കുതിച്ചു പായുകയാണ്. വിൻഡോയിലൂടെ വരുന്ന തണുത്ത കാറ്റ് എന്നിൽ എന്തോ ഒരു ഉന്മേഷം നിറക്കുന്ന പോലെ. ഇന്ന് ഈ യാത്ര കൊച്ചിയിലുള്ള അമ്മയുടെ അടുത്തേക്കാണ്. അവിടെ അവരുടെ മകന്റെ, അതായത് എന്റെ സ്റ്റെപ്പ് ബ്രദറിന്റെ ബർത്ത്ഡേ സെലിബ്രേഷന് കൂടാൻ. എല്ലാ ബർത്ത്ഡേക്കും വിളിക്കും. ഇതുവരെ പോയിട്ടില്ല. എന്തെങ്കിലും കാരണം പറഞ്ഞ് മുടക്കാറാണ് പതിവ്. ഇത്തവണ അവൻ കൂടി റിക്വസ്റ്റ് ചെയ്തപ്പോൾ എന്തോ ഇതിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റിയില്ല. 2 കൺട്രീസിലെ മമതയുടെ ലൈഫ് പോലെയാണ് എന്റേത്. യെസ്, ഐ ഹാവ് 2 മം ആൻഡ് 2 ഡാഡ്സ്. അവരത് സിനിമയിൽ റോളായി ചെയ്തപ്പോൾ അത് ഞാൻ റിയൽ ലൈഫിൽ ചെയ്യുന്നു. പപ്പയുടെ വൈഫിന്റെ കൂടെ ഡൽഹിയിലും അമ്മയുടെ ഹസ്ബൻഡിന്റെ കൂടെ കൊച്ചിയിലും. ഇത്രയും കാലം ദുബായിലായിരുന്നു, ഞാൻ മുംബൈയിലും. പപ്പയുടെ അമ്മയുടെയും ലവ് മാരേജ് ആയിരുന്നു. പിന്നീടുണ്ടായ സ്വരച്ചേർച്ചയില്ലായ്മ. അവരവരുടേതായ ലൈഫ് ചൂസ് ചെയ്തപ്പോൾ ആരുടെയും സ്നേഹം കിട്ടാതെ ഒറ്റക്കായത് ഞാനും. അന്നു മുതൽ എനിക്ക് ഇവരോടെല്ലാം ദേഷ്യം മാത്രമേ ഉള്ളൂ, എന്റെ സ്റ്റെപ്പ് ബ്രദറിനോട് ഒഴികെ. അല്ലെങ്കിൽ ഇവർ ഈ ചെയ്തതിനൊക്കെ അവനെന്ത് പിഴച്ചു. ലവ് ഇറ്റ്സ് എ ടോട്ടൽ റബ്ബിഷ്. ഇറ്റ്സ് സെൽഫിഷ്നെസ്. രണ്ടുപേർ അവരുടെ ബെനിഫിറ്റ്സിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടൂള്. അത് മാത്രമാണ് ലവ്. അറിയോ മലയാളി? അയാളുടെ ഈ ചോദ്യമാണ് എന്നെ എന്റെ ഓർമ്മകളുടെ കരുത്തത്തിൽ നിന്ന് ഉയർത്തി എഴുന്നേൽപ്പിച്ച്. അതെ. ആഹാ, ഞാനും. താൻ എന്ത് ചെയ്യുക? ഐ എം എ ജേർണലിസ്റ്റ്. ഓ ഗുഡ്. പിന്നീട് അവിടെ സംസാരമൊന്നും ഉണ്ടായില്ല. ഞാൻ ലാപ്പ് എടുത്ത് റിപ്പോർട്ട് കംപ്ലീറ്റ് ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞ് തലയുയർത്തി നോക്കിയപ്പോൾ കണ്ടു അയാൾ കാമിലി പെരിയുടെ വെൻ കാറ്റ് മെറ്റ് കാസിഡി എന്ന ലവ് നോവൽ വായിക്കുകയാണ്. ചുണ്ടിലൊരു പുഞ്ചിരിയുമുണ്ട്. എനിക്കെന്തോ അത് കണ്ടപ്പോൾ പുച്ഛമാണ് അയാളോട് തോന്നിയത്. പെട്ടെന്ന് എന്നെ തലയുയർത്തി നോക്കിയ അയാൾ എന്റെ പുച്ഛവും വ്യക്തമായി കണ്ടു. എന്താണ് തനിക്കൊരു പുച്ഛം? താനല്ലാതെ ഇങ്ങനത്തെ റബ്ബിഷൊക്കെ വായിക്കുമോ? യു മീൻ ലവ്? യാ, ഇതൊന്നും സത്യമല്ല. ലവ് ഇസ് നെവർ ദി റിയാലിറ്റി. ഇറ്റ്സ് എ ടോട്ടൽ ബുൾഷിറ്റ്. ഞാൻ തനിക്കൊരു കഥ പറഞ്ഞിട്ടുള്ളൂ. ലവ് സ്റ്റോറി വല്ലതാണെങ്കിൽ ഇപ്പൊ തന്നെ പറയാം. വേണ്ട, താനങ്ങനെ എടുത്തുചാടി പറയല്ലേ. ഏതായാലും നാട്ടിൽ തന്നെ ഒരുപാട് ടൈം എടുക്കും. ജസ്റ്റ് സ്പെയർ സം ടൈം ടു മീ. ഐ ആം ഷുവർ യു വിൽ നെവർ റിഗ്രറ്റ് ഇറ്റ് ലേറ്റർ. ഓക്കെ ഫൈൻ. ഞാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ലാതെ സമ്മതം അറിയിച്ചു. പിന്നീട് അയാൾ ഒരു പുഞ്ചിരിയോടെ കഥ പറയാൻ തുടങ്ങി. പാലക്കാടിലെ ഒരു കൊച്ചു ഗ്രാമം. അവിടുത്തെ വലിയൊരു സമ്പന്നനായിരുന്നു കൃഷ്ണപണിക്കർ, ഭാര്യ ശ്രീദേവി. അവരുടെ ഏകമകനാണ് മാധവ് കൃഷ്ണപണിക്കർ. ആ നാട്ടിലെ എല്ലാ പ്രായക്കാരുടെയും പ്രിയങ്കരൻ, സർവ്വപ്രതാപശാലിയായിരുന്നു. എന്നാലും അവന്റെ പാട്ടിനോടായിരുന്നു എല്ലാവർക്കും ഒരു പിടി കൂടുതൽ പ്രിയം. അവന്റെ ശബ്ദമാധുര്യത്തിന് എല്ലാവരെയും അലിയിച്ചു കളയാനുള്ള ശക്തി ഉണ്ടായിരുന്നു. എന്നാൽ അവനെല്ലാത്തിനേക്കാളും പ്രിയ യാത്രയും. എന്നും കുറഞ്ഞ സമയം കൊണ്ട് പഠിച്ചെടുക്കുന്നവൻ. അവന് വശമില്ലാത്തതായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കലാസ്നേഹിയായ കൃഷ്ണൻ നന്നായി പാടുന്ന മകന്റെ കഴിവിനെ ഒന്നുകൂടി വളർത്താനായി നൃത്തകല എന്ന സ്ഥാപനത്തിലേക്ക് പറഞ്ഞയച്ചു. വലിയ താല്പര്യമില്ലാതിരുന്നിട്ട് കൂടി അച്ഛന്റെ വാക്ക് ധിക്കരിക്കാത്ത മാധവ് അവിടേക്ക് യാത്രയായി. നൃത്തകല എന്ന വലിയ ബോർഡ് താണ്ടി അവൻ അതിനുള്ളിലേക്ക് പ്രവേശിച്ചു. എന്തോ ഒരു പോസിറ്റീവ് എനർജി അവനെ പൊതിയുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു.
ഓഫീസ് തേടി അവൻ മുന്നോട്ട് നീങ്ങുമ്പോൾ അവന്റെ കാലുകൾ പിടിച്ചു നിർത്തിയത് ചിലങ്കകളുടെ താളമാണ്. അത്രയ്ക്ക് മനോഹരമായിരുന്നു ആ താളത്തിന് പോലും ചെവിയോർക്കാൻ. അവൻ ആകാംക്ഷയോടെ തിരിഞ്ഞു നോക്കിയതും അവന്റെ ഹൃദയം ഒരു നിമിഷം അവന് നിലച്ച പോലെ തോന്നി. അസാധ്യമായ മെയ്വഴക്കത്തോടെ നൃത്തമാടുന്ന, കണ്ടാൽ ദേവതായി എന്ന് തോന്നിപ്പിക്കുന്ന ഒരു പെണ്ണ്. അവളുടെ ഭാവങ്ങളിലും മുദ്രകളിലും അവൻ കണ്ണെടുക്കാതെ നോക്കി നിന്നു. മനോഹരം എന്ന വാക്കിൽ ചുരുക്കാവുന്നതായിരുന്നില്ല അത്. അതിനു മേലെയായിരുന്നു അവളുടെ നൃത്തം. അവൾ നൃത്തം ചെയ്യുന്ന അവന്റെ ഹൃദയത്തിലാണെന്ന് പോലും അവന് തോന്നി. അവസാനിച്ചിട്ടും അവൻ അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അവരുടെ ടീച്ചറുടെ അലർച്ചയാണ് അവനെ സ്വഭാവത്തിലേക്ക് കൊണ്ടുവന്നത്. അവരോട് ക്ഷമ പറഞ്ഞ് അവളെ ഒന്നുകൂടി നോക്കി അവൻ ഓഫീസിലേക്ക് വെച്ചു പിടിച്ചു. അതിനുശേഷം അവൻ മനസ്സിലാക്കിയായിരുന്നു തന്നെ എത്രത്തോളം അവൾ സ്വാധീനിച്ചിരിക്കുന്നു എന്ന്. പിന്നെ അവനെ അറിയാനുള്ള നെട്ടോട്ടമായിരുന്നു. യാമിനി നായർ, രമേശ് നായരുടെയും രാധയുടെയും മൂത്ത മകൾ, താഴെ 2 അനിയത്തിമാർ, ഒരിടത്തരം കുടുംബം. ഇവിടെ അടുത്ത് തന്നെയാണ് താമസം. കൂട്ടുകാരൻ പറഞ്ഞ് അവൻ ശ്രദ്ധാപൂർവം കേട്ടു. യാമിനി യാമിനി എന്നവരെ 100 പ്രാവശ്യമെങ്കിലും മനസ്സിൽ പറഞ്ഞിട്ടുണ്ടാവും. പിന്നീട് എപ്പോഴും അവിടെ കൂടെ തന്നെയായിരുന്നു. പലപ്പോഴും താൻ പാടുന്ന അവളും കണ്ണടച്ച് ആസ്വദിക്കുന്നത് അവൻ ഇടം കണ്ടാൽ അവൾക്കും തന്നോട് എന്തൊക്കെയോ ഫീലിങ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കാവുന്നതായിരുന്നു പിന്നീടുള്ള അവളുടെ പ്രവൃത്തികൾ. എന്നാൽ രണ്ടുപേരും പരസ്പരം പറയുകയുമില്ല. അങ്ങനെ ഇരിക്കെ യാമിനിയോട് ഒരുത്തം കയറി ഇഷ്ടം പറഞ്ഞു. ഇതറിഞ്ഞ മാധവ് കലിവുണ്ട് ആ സ്ഥാപനത്തിൽ എല്ലാവരെയും സാക്ഷിയാക്കി യാമിനിയോട് തന്റെ ഇഷ്ടം അറിയിച്ചു. ഒരുപക്ഷെ അവൾ ഇത് ആഗ്രഹിച്ചുകൊണ്ടാവാം അവൾക്ക് അവളുടെ കണ്ണീരിനെ പിടിച്ചു നിർത്താനായിരുന്നില്ല. അവൻ അവളുടെ കണ്ണുനീർത്തുള്ളികളെ തുടച്ചു നീക്കി അവളെ നെഞ്ചോട് ചേർത്ത് നിർത്തി അവന്റെ പ്രണയം ഒന്നുകൂടി അവൾ അറിയിച്ചു. അവന്റെ നെഞ്ചോട് ഒന്നുകൂടി ചേർന്നാണ് അവളുടെ സമ്മതം അവൻ അറിയിച്ചത്. പിന്നീട് അവിടെ അവരുടെ പ്രണയത്തിന്റെ നാളുകളായിരുന്നു. ഒരു ചെടി പോലെ ആദ്യം വേരുകൾ മണ്ണിൽ ഉറപ്പിച്ച് അത് വളർന്നു, പടർന്നു, പന്തലിച്ചു. അവരുടെ പ്രണയം അവിടെയുള്ളവർക്കെല്ലാം അത്ഭുതമായിരുന്നു. പരസ്പരം സ്പർശിക്കാതെയും സംസാരിക്കാതെയും കണ്ണുകൊണ്ടും അവനുകൊണ്ടും പ്രണയിക്കാമെന്ന് അവർ തെളിയിക്കുകയായിരുന്നു. അവിടുത്തെ പഠനം അവസാനിപ്പിച്ച് മാധവ് നാട്ടിലെത്തിയപ്പോൾ ആദ്യം പറഞ്ഞത് അവന് യാമിനിയെ തന്റെ ജീവിത പങ്കാളിയാക്കണമെന്നാണ്. മകന്റെ ആഗ്രഹങ്ങൾക്ക് ഇതുവരെ എതിർക്കാത്ത കൃഷ്ണൻ അതിനും പച്ചക്കൊടി കാട്ടി. വൈകാതെ തന്നെ 2 കുടുംബങ്ങളുടെയും ഇഷ്ടതയുമായ കൃഷ്ണന്റെയും സാന്നിധ്യത്തിൽ യാമിനി മാധവിന്റേതായി. അവരുടെ പ്രണയം ഇരു വീട്ടുകാരുടെയും കണ്ണ് നിറക്കുമായിരുന്നു. ഭാര്യ ഭർത്താവ് എന്നതിന്റെ കൂടെ നല്ല സുഹൃത്തുക്കളുമായിരുന്നു അവർ. മാധവ് യാമിനിയുടെ വീട്ടുകാരെ അവന്റെ തന്നെ പോലെയും യാമിനി മാധവിന്റെ വീട്ടുകാരെ അവളുടെ തന്നെ പോലെയും സ്നേഹിച്ചു. മാധവിനെ പോലെ യാമിനി ആ നാട്ടിലെ പ്രിയങ്കരിയായി. മാധവ് തന്റെ യാത്രാഭ്രാന്ത് പുനഃസൃഷ്ടിച്ചു. കൂടെ യാമിനിയും ഉണ്ടാവും. അവർ പോവാത്ത നാടുകളിലായിരുന്നു. അവർ പ്രണയിച്ചു ഒരുപാട്. 5 വർഷങ്ങൾക്ക് ശേഷം അവരുടെ പ്രണയത്തിന്റെ ഇരട്ടി മധുരമായി യാമിനി 2 ഇരട്ട ആൺകുട്ടികൾക്ക് ജന്മം നൽകി. ഹൃദാൻ മാധവ്, ഹരിത് മാധവ്. പിന്നീട് അവരുടെ എല്ലാ നിമിഷങ്ങൾക്ക് ഇരട്ടി മധുരമായിരുന്നു. ആരെയും കണ്ണഞ്ചിപ്പിക്കുന്ന, ആരെയും അസൂയപ്പെടുത്തുന്ന ജീവിതം. പിന്നീടുള്ള യാത്രകൾ അവർ 4 പേരും കൂടിയായിരുന്നു. അങ്ങനെയാണ് അവർ ഉത്തരാഖണ്ഡിലെ മലമുകളിലേക്ക് യാത്ര തിരിച്ച്. അവിടുത്തെ മനോഹാരിത അവരവിടെ പിടിച്ചു നിർത്തി. എന്നാൽ പിന്നാലെ വരുന്ന ദുരന്തം അവരാരും അറിഞ്ഞില്ല. ആ നാടിനെ പിടിച്ചുലുക്കിയ വെള്ളപ്പൊക്കം. അതിൽ യാമിനിയെയും കാണാതെയായി. അവൾക്കായി രക്ഷാസേന തെരച്ചിൽ ആരംഭിച്ചു. എന്നാൽ ആർക്കും അവളെ കണ്ടെത്താനായില്ല. അവൾ അവർ വിട്ടുപോയി എന്ന് അവരറിയിച്ചു. എന്നാൽ മാധവിന് അത് ഉൾക്കൊള്ളാനാവുന്നുണ്ടായിരുന്നില്ല. ഒരു ഭ്രാന്തമായ അവസ്ഥയിലായിരുന്നു അവൻ. കാര്യറിഞ്ഞ് അവരുടെ വീട്ടുകാരവിടെ എത്തി. മക്കളെ വീട്ടുകാരെ ഏൽപ്പിച്ച് മാധവ് അവൾക്കായുള്ള തെരച്ചിൽ ആരംഭിച്ചു. അവളുടെ ശരീരം രക്ഷാസേന കിട്ടാത്തതുകൊണ്ട് തന്നെ അവളെവിടെയോ ജീവനോടെ ഇരിപ്പുണ്ടെന്ന് അവന്റെ ഹൃദയം മന്ത്രിച്ചുകൊണ്ടിരുന്നു. അവന്റെ വിധിയാണെന്ന് പറഞ്ഞ് മറ്റുള്ളവർ അവന്റെ വിധിയെ പഴിക്കുമ്പോഴും അവൻ അവന്റെ വിധിയിൽ തന്നെ പ്രണയത്തെ തേടുകയായിരുന്നു. അവളുടെ ഒരു ഫോട്ടോയുമായി അവൻ നാടുകളും ഗ്രാമങ്ങളും പട്ടണങ്ങളും സഞ്ചരിച്ചു. 2 വർഷം 7 മാസങ്ങൾക്ക് ശേഷം അവൻ കണ്ടു അവന്റെ പാതിയെ, തന്റെ പ്രണയത്തെ, തന്റെ ജീവനെ. അവന്റെ വിധിയെപ്പോലും അവൻ പ്രണയിച്ച നിമിഷം. അമോർ ഫാത്തി. ഒരു ഉൾഗ്രാമത്തിലായിരുന്നു അവള്. ഓടിപ്പോയി അവളെ കെട്ടിപ്പിടിച്ചപ്പോൾ അവൾ അവനെ തള്ളിമാറ്റുകയാണ് ഉണ്ടായത്. അവളുടെ കണ്ണിൽ അപരിചിതത്വം അവന്റെ ഉള്ളു നീറിച്ചു. എന്നാൽ അവളെ കണ്ണുകിട്ടിയ സന്തോഷം അവനെ കൊണ്ട് അടക്കാനാവുമായിരുന്നില്ല. അവൻ അവളെ അവന്റെ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. എല്ലാവരുടെയും സ്നേഹവും ലാളനയും എല്ലാത്തിലും ഉപരി അവന്റെ പ്രണയവും അവളുടെ ഓർമ്മ തിരിച്ചു കൊണ്ടുവന്നു. അല്ലെങ്കിൽ ലവ് ഈസ് ദ ബെസ്റ്റ് ക്യൂർ എന്നല്ലേ? ഇന്ന് പണ്ടത്തേക്കാൾ തീവ്രമായി അവരിപ്പോഴും പരസ്പരം പ്രണയിച്ചുകൊണ്ടിരിക്കുന്നു. അവനിന്നും യാത്രയിലാണ്. അവൻ്റെ ഇടത് കൈയോട് കോർത്ത് യാമിയും. സി, ലവ് ഈസ് എറ്റേണൽ. ഇറ്റ്സ് എ ബിലീഫ് ഓഫ് 2 ഹാർട്ട്സ്. ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് 2 ഹാർട്ട്സ്. തനിക്ക് അവളെ നഷ്ടപ്പെട്ടു എന്ന് എല്ലാവരും പറഞ്ഞപ്പോഴും ഹി ബിലീവ്ഡ് ഹിസ് ഹാർട്ട്. അവൻ അവളോടുള്ള വിശ്വാസം. മാധവിന് മറ്റുള്ളവർ ചെയ്ത പോലെ വിധിയെ പഴിച്ച് ജീവിക്കാമായിരുന്നു. ഇൻസ്റ്റഡ് ഹി സെർച്ച്ഡ് ഫോർ ദി ലവ് ഓഫ് ഹിസ് ലൈഫ്. അതിന് കാരണമായത് അവരുടെ പ്രണയത്തിൻ്റെ തീവ്രതയാണ്. യാമിനി ഇല്ലെങ്കിൽ മാധവില്ല, മാധവില്ലെങ്കിൽ യാമിനി. ഇതവരെന്നോ മനസ്സിലാക്കിയിരുന്നു. യു ജസ്റ്റ് ഹാവ് ടു മെറ്റ് ദി റൈറ്റ് പേഴ്സൺ. ദാറ്റ്സ് ഓൾ ഇനഫ്. തനിക്ക് പ്രണയത്തോട് ഇത്ര വിരോധം, മേ ബി സം ബാഡ് എക്സ്പീരിയൻസ്.
പക്ഷെ അതൊരിക്കലും പ്രണയമല്ല. പ്രണയം ഒരിക്കലും ഒരു ബാഡ് എക്സ്പീരിയൻസ് തരില്ലടോ. പ്രണയം എന്നാൽ മാധവിൻ്റെയും യാമിനിയുടെയും പോലെയാണ്. സോ ഐ റിപ്പീറ്റ്, യു ജസ്റ്റ് ഹാവ് ടു മെറ്റ് ദി റൈറ്റ് പേഴ്സൺ. കയ്യിലേക്ക് വന്ന കണ്ണീരാണ് ഞാൻ കരയുകയാണെന്ന് മനസ്സിലാക്കി തന്ന് ഞാൻ കണ്ണു തുറച്ച് അവനെ നോക്കി പുഞ്ചിരിച്ചു. അവനവരുടെ ഫോൺ എടുത്ത് എനിക്ക് നേരെ നീട്ടി മേടിച്ച് നോക്കുമ്പോൾ കണ്ണിൽ പ്രണയം നിറച്ച് പരസ്പരം നോക്കി ചിരിക്കുന്ന രണ്ടുപേർ. വാർദ്ധക്യം ചെറുതോതിൽ അവരെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് ആ ചില വെളുത്ത മുടികൾ കാണിക്കുന്നുണ്ടെങ്കിലും സ്റ്റിൽ ദെയർ ഫേസ് ലുക്ക് യങ്. അതെ, യാമിനിയും മാത്രം. അവരുടെ പ്രണയം വെറും ഒരു ഫോട്ടോക്ക് പോലും വ്യക്തമാക്കി കാണിച്ചു തരാൻ സാധിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഇടതൂർന്നു പെയ്യും തോറും മഴപോൽ വിഴനെഞ്ചിൽ ഈണം നെയ്യും തിരികെ നിന്നിലറിയാൻ മാത്രം ഞാൻ പിറന്നു എന്ന് തോന്നി ഇന്നേ നിമിഷം. ഞാൻ ആ ഫോൺ അവന് തിരിച്ചു നൽകി. സോ ഡു യു ബിലീവ് ഇൻ ലവ് നൗ? യെസ്, ഓഫ് കോഴ്സ് ഐ ഡു നൗ. എനിവേ, ഐ എം ഹൃദാൻ മാധവ്. കണ്ണിൽ കുസൃ നിറച്ച് എനിക്ക് നേരെ കൈ നീട്ടി നിൽക്കുകയാണ് ആള്. ആദ്യം ഒന്ന് ഞെട്ടി, പിന്നെ പുഞ്ചിരിച്ചുകൊണ്ട് ഞാൻ ആ കരം കവർന്നു. ഇഷിത വാര്യർ, ആൻഡ് ഐ തിങ്ക് യു ആർ ദി റൈറ്റ് പേഴ്സൺ ടു മീ എന്ന് മനസ്സിൽ ഞാൻ മന്ത്രിച്ചുകൊണ്ടിരുന്നു. അപ്പോഴും പരസ്പരം പുണർന്ന കൈകൾ വേർതിരിച്ചിരുന്നില്ല. അതിന്റെ മുറുക്കം ഒന്നുകൂടെ കൂടി. ആൻഡ് ദെർ ബിഗിൻസ് അനദർ ലവ് സ്റ്റോറി.